എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ HSCയുടെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ KTT കാറ്റഗറി 3ക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പെഡഗോഗിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ തിയറി പാർട്ടാണ്, കോമൺ ആയിട്ടുള്ള തിയറി പാർട്ടാണ്. പിന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് സബ്ജക്റ്റ് പെഡഗോജി ഉണ്ട്, അറിയാമല്ലോ. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ഈ ഒരു തിയറി പാർട്ട് പഠിച്ചാലേ നമുക്ക് ആ ഒരു ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ നാച്ചുറൽ സയൻസിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തിയറി പാർട്ട് പഠിക്കണം, അല്ലെ? ഏതൊക്കെ സ്റ്റെപ്സാണ് അതിലുള്ളത്, എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തും അതിനെന്തൊക്കെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുക, എന്തൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് ചെയ്യുന്നത്, അല്ലേ? അത് സബ്ജക്റ്റ് പെഡഗോജിയിൽ വരുന്നതാണ്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അത് കഴിയുമ്പോൾ സബ്ജക്റ്റ് പെഡഗോജിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പെഡഗോജി? പെഡഗോജി ഈസ് എ സ്റ്റഡി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. അധ്യാപന രീതിയെക്കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ പെഡഗോജി എന്ന് പറയുന്നത്. ഈ പെഡഗോജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ഹെൻറി ഗൈറോക്സ് ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പെഡഗോജി എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡായ പെയ്ഡഗോഗോസിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലീഡ് ദ ചൈൽഡ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയെ നയിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് അതിൻ്റെ മീനിങ്. പെഡഗോജി നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് പെഡഗോജി ഉണ്ട്, ലേണർ സെൻറ്റേർഡ് പെഡഗോജി ഉണ്ട്. പറയുന്നത് പോലെ തന്നെ ടീച്ചർ സെൻറ്റേർഡിൽ ആരായിരിക്കും? ടീച്ചറിനായിരിക്കും പ്രാധാന്യം. ലേണർ സെൻറ്റേർഡിൽ കുട്ടികളായിരിക്കും ആക്റ്റീവ് റോള്. ഓക്കെ അല്ലേ? എന്താണ് പെഡഗോജിക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെയോ ഒരു കോണ്ടൻറ്റിനെയോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് പെഡഗോജിക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പെഡഗോജിക്കൽ അനാലിസിസിൽ രണ്ട് വാക്കുകളില്ലേ? പെഡഗോജിയും ഉണ്ട്, അനാലിസിസും ഉണ്ട്, അല്ലേ? പെഡഗോജി ഇവിടെ മീൻ ചെയ്യുന്നത് ആർട്ട് ഓഫ് സയൻസ് ഓഫ് ടീച്ചിങ് എന്നാണ്, കേട്ടോ. അതുപോലെ അനാലിസിസ് എന്ന് പറയുന്നത് ടു അറേഞ്ച് ആൻഡ് റെപ്രസെൻറ്റ് ദ ടോപ്പിക് ഇൻ ഈസി വേ. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ടോപ്പിക് എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്യണം. അതിനെയാണ് അനാലിസിസ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്: ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അനാലിസിസ് ഓഫ് കോണ്ടൻറ്റ്, അടുത്ത എന്താണ്? മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ മെത്തേഡ്സ്. ഇനി ഇതേ പറ്റിയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെച്ചേക്കുക വൈ ടു ടീച്ച്. വൈ ടു ടീച്ച്, ഞാൻ എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഒരു ടോപ്പിക്ക് ഞാൻ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്, മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് കോണ്ടൻറ്റ് അനാലിസിസ് ആണ്. ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചറിൻ്റെ മുമ്പിൽ ഉയർന്ന ചോദ്യമാണ് വാട്ട് ടു ടീച്ച്. വാട്ട് ടു ടീച്ച്, ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത്? എന്താണ് കുട്ടിക്ക് കണ്ടന്റ് അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അപ്പോൾ കോണ്ടൻറ്റ് അനാലിസിസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ടീച്ചിങ് മെത്തേഡ്സ്, ഹൗ ടു ടീച്ച്, അല്ലേ? ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്താണ് പഠിപ്പിക്കേണ്ടത്? അതാണ് ടീച്ചിങ് മെത്തേഡ്സിൽ വരുന്നത്. നെക്സ്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സ്, അവിടെയാണ് നമ്മുടെ എക്സാംസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും കോണ്ടൻറ്റ് അനാലിസിസും ടീച്ചിങ് മെത്തേഡ്സും കറക്റ്റായിട്ട് വാട്ട് ടു ടീച്ച്, വൈ ടു ടീച്ച്, ഹൗ ടു ടീച്ച് അത് പഠിച്ചു വെച്ചേക്കണേ. അടുത്തത് പെഡഗോജി കോണ്ടൻറ്റ് നോളേജ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ. ഇത് പെഡഗോജി കോണ്ടൻറ്റ് നോളേജ് എന്ന് പറയുന്നത് ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തത് ലീഷ്മാനാണ്. നെക്സ്റ്റ് നമ്മൾ ഈ പെഡഗോജി കോണ്ടൻറ്റ് നോളേജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷുൾമാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ചോദിച്ചിട്ടില്ല. ടീച്ചേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ നോളേജ് ഇൻ ദ കോണ്ടൻറ്റ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് സ്റ്റുഡൻറ്റ് ദ ലേണിംഗ്. ഷുൾമാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ടീച്ചറിൻ്റെ ട്രാൻസ്ഫോർമേഷൻസും ഇൻ്റർപ്രിട്ടേഷൻസും ആ ടീച്ചറിന് എത്രത്തോളം കോണ്ടൻറ്റിനെ കുറിച്ചുള്ള അറിവുണ്ടെന്നും ഇതൊക്കെ തന്നെ കുട്ടികളുടെ പഠനം എളുപ്പത്തിലാക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രസ്താവന ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഇനി പെഡഗോജിക് കോണ്ടൻറ്റ് നോളേജ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ്, അല്ലേ? എന്തിൻ്റെയൊക്കെയാണ്? പെഡഗോജിയുടെ അതുപോലെ കോണ്ടൻറ്റിൻ്റെ. അപ്പോൾ ഇത് ഒരു പിക്ചർ രീതിയിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്.
ആ പടം നോക്കിക്കേ. PK എന്ന് പറയുന്നത് പെഡഗോജിക്കൽ നോളേജ് ആണ്, CK എന്ന് പറയുന്ന കോണ്ടന്റ് നോളേജ് ആണ്. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് പെഡഗോജിക്കൽ കോണ്ടന്റ് നോളേജ് അല്ലെങ്കിൽ PCK എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, ഒന്നാമത്തേത് ടു അനലൈസ് ദ സർക്കുലർ കണ്ടൻറ് ഇൻറ്റു മീനിങ് കമ്പോണൻസ്. നമ്മുടെ കരിക്കുലർ കണ്ടൻറ് അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയിലെ കണ്ടൻറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ മീനിങ് കമ്പോണൻസ് അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള ഘടകങ്ങളായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ടു ആൻറ്റിസിപ്പേറ്റ് കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർ ഈച്ച് കമ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മുൻകൂട്ടി നിശ്ചയിക്കും അല്ലേ, നമ്മൾ എന്ത് കാര്യമാണ് പഠിപ്പിക്കുന്നത്. വെറുതെ അവർക്ക് നോളേജ് പാസ് ചെയ്യുമല്ല അല്ലേ, അവരുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, അവർക്ക് മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി അവരുടെ ഉള്ളിലുള്ള എന്തൊക്കെ സ്കിൽസ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നതിലൂടെ, അങ്ങനെയൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യത്തില്ലേ. അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ഇനി അടുത്ത എന്താണ്, ടു ഐഡൻറ്റിഫൈ ദ പ്രീ റിക്വസിറ്റ്സ് ഇൻ ദ കരിക്കുലർ ഏരിയ. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്ക് പുതിയൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് അവൻ എന്തൊക്കെ പ്രീവിയസ് നോളേജ് അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തില്ലേ. അപ്പോൾ അതൊക്കെ പറ്റിയിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടു ഡിസൈൻ അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് കോണ്ടൻറ്റ്സ്. അതായത് നമ്മൾ ഈ ഓരോ സ്റ്റേജിനും ഓരോ കണ്ടൻറ്റിനും അനുയോജ്യമായിട്ടുള്ള എയിംസ് ഉണ്ടാവും അല്ലേ, ലക്ഷ്യങ്ങളുണ്ടാവും. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനാനുഭവങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം രൂപകൽപ്പന ചെയ്യേണ്ടത്. ഇനി അടുത്ത എന്താണ്, ടു ആൻറ്റിസിപ്പേറ്റ് സ്ട്രാറ്റജീസ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. എല്ലാത്തിൻ്റെയും അവസാനം എന്ത് തന്നെയാണ്, ഇവാലുവേഷൻ തന്നെയാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിന് മുൻകൂട്ടി എന്താണ് ആ ഒരു ഭാഗത്തിനെ മീനിങ് കമ്പോണൻസ് അല്ലെങ്കിൽ അർത്ഥവത്തായ ഘടകങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അനലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. മൂന്നാമത്തേതിലാണ് നമ്മൾ കുട്ടികളുടെ എന്താണ് അവരുടെ പ്രീവിയസ് നോളേജ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ നോളേജ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓരോ കണ്ടൻറ്റിനും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പഠനാനുഭവങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഏറ്റവും ലാസ്റ്റ് എന്താണ്, ഇവാലുവേഷനാണ്. അത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെപ്സ് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ്. ഒന്നാമത്തെ എന്താണ്, ഡിവൈഡ് ദ കോണ്ടന്റ് ഓഫ് ദ സെലക്റ്റഡ് യൂണിറ്റ് ഇൻറ്റു സ്യൂട്ടബിൾ സബ് യൂണിറ്റ്സ് ആൻഡ് അറേഞ്ച് ദ സെലക്റ്റഡ് സബ് യൂണിറ്റ്സ് ഇൻറ്റു എ നമ്പർ ഓഫ് റിക്വയർഡ് പീരീഡ്സ്. അപ്പം നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സിൽ ഏരിയ എന്ന് പറയുന്നൊരു ഭാഗമാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചു. അപ്പം ട്രയാങ്കിളിനായാലും റെക്റ്റാങ്കിളിനായാലും സ്ക്വയറിനായാലും എല്ലാത്തിനും ഏരിയ ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞു തീർക്കത്തില്ല അല്ലേ. നമ്മൾ ആ പറയുന്ന ഒരു ടോപ്പിക്കിനെ കറക്റ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് മീനിങ് കമ്പോണൻസ് ആക്കിയിട്ട് ഒരു പീരീഡിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. പിന്നെന്താണ്, ആ ഒരു കണ്ടൻറ്റിൻ്റെ എസെൻസ്, നമ്മൾ എടുത്ത കണ്ടൻറ്റിൻ്റെ എസെൻസിനെ പറ്റിയിട്ട് നമ്മൾ ബ്രീഫായിട്ട് എഴുതുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് നോളേജിൽ നിന്നാണ് പുതിയ നോളേജിലേക്ക് പോകുന്നത്. ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഭാഗത്ത് കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അതിൽ നിന്നാണ് പുതിയ കാര്യത്തിലോട്ട് പോകുന്നത്. നെക്സ്റ്റ് എന്താണ്, ഈ ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലൂസ്ട്രേഷൻ അല്ലെങ്കിൽ ചിത്രങ്ങൾ, മോഡൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും പെഡഗോജിക്കൽ അനാലിസിസിൽ പറയുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കേണ്ട തിയറി പാർട്ടാണ്. ഇനി നമ്മൾ ഏത് സബ്ജക്റ്റാണോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തുകൂടെ. ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ടോപ്പിക് എടുത്താൽ ഈ ഒരു 7 സ്റ്റെപ്പ് വെച്ച് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്തുകൂടെ. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഫിസിക്കൽ സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും നാച്ചുറൽ സയൻസ് ആയാലും നിങ്ങൾ എടുക്കുന്ന ഇപ്പോൾ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ ഫോട്ടോസിന്തസിസ് ആ ഒരു ടോപ്പിക്ക് എടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ സ്റ്റെപ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലേ. തിയറി പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ കാര്യങ്ങളോ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
പിന്നീടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്